കിൻഫ്രയ്ക്ക് വ്യവസായ ആവശ്യത്തിൽ പെരിയാറിൽ പുതിയ പ്ലാന്റ് നിർമ്മിച്ച് ജലമെത്തിക്കാനുള്ള നീക്കം ആലുവയിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തടഞ്ഞു. നേരത്തെ പ്രഖ്യാപിച്ച കുടിവെള്ള വിതരണ പദ്ധതി ആദ്യം നടപ്പാക്കണമെന്നുള്ളതാണ് അവിടെ ജനങ്ങളുടെ ആവശ്യം. ഈ പ്രതിഷേധമൊക്കെ ഉണ്ടായതിനിടയിൽ ഒരാൾക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം, തൃക്കാക്കര, ആലുവ മേഖലകളിൽ ഉൾപ്പെടെ കുടിവെള്ളം ലഭ്യമാക്കാൻ നേരത്തെ പ്രഖ്യാപിച്ച 190 MLD പദ്ധതി എങ്ങുമെത്താതിരിക്കെ കിൻഫ്രയ്ക്ക് വ്യവസായ ആവശ്യത്തിന് വെള്ളമെത്തിക്കാൻ 45 MLD പുതിയ പദ്ധതി തുടങ്ങുന്നതിലാണ് പ്രതിഷേധം. വ്യവസായികൾക്ക് വേണ്ടി മന്ത്രി പി രാജീവിന്റെ പ്രത്യേക താൽപര്യമാണ് പദ്ധതിക്ക് പിന്നിലെന്നാണ് ആക്ഷേപം. PJ ജോസഫ് ജലസേചന വകുപ്പ് മന്ത്രിയായിരിക്കെ തുടങ്ങിവെച്ച ശുദ്ധജല വിതരണ പദ്ധതി ആദ്യം നടപ്പാക്കണമെന്നാണ് ആവശ്യം. ഇന്ന് കിൻഫ്ര ഇടയപ്പുറം അശോകപുരം റോഡിൽ പൈപ്പിടൽ തുടങ്ങിയത് ബെന്നി ബെഹനാൻ MPയുടെയും MLAമാരായ അൻവർ സാദത്ത്, ഉമാ തോമസ് എന്നിവരുടെയും നേതൃത്വത്തിൽ തടഞ്ഞു. ഇതിനിടെ പൈപ്പിടാൻ കുഴിയെടുക്കുന്ന JCB പണി തുടരാൻ തുനിഞ്ഞത് തർക്കത്തിനിടയാക്കി. ഇതിനിടെയാണ് പദ്ധതി ജോലികളുടെ ഭാഗമായെത്തിയ ജീവനക്കാരന് മർദ്ദനമേറ്റത്. MLAയോട് ജീവനക്കാർ മോശമായി പെരുമാറിയെന്നാണ് ആക്ഷേപം. പ്രതിഷേധക്കാർ ജീവനക്കാരന് നേരെ തിരിഞ്ഞതോടെ പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഇയാളെ മാറ്റിയത്. പദ്ധതി സംബന്ധിയായ പേപ്പറുകൾ പ്രതിഷേധക്കാർ പിടിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു. പദ്ധതിക്ക് എതിരല്ലെന്നും എന്നാൽ കുടിവെള്ളം നൽകുന്ന പദ്ധതി പൂർത്തിയാക്കാതെ വ്യവസായ ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകുന്നത് അനുവദിക്കാനാവില്ലെന്നും ബെന്നി ബെഹനാൻ MP പറഞ്ഞു. ഏതെങ്കിലും ശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇവിടെ ഈ പദ്ധതി ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്? ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ നിന്നും ബഹുമാനപ്പെട്ട ഇറിഗേഷൻ മിനിസ്റ്ററിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചത് ഈ പദ്ധതിക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എതിരാണെന്ന് പറയുന്നു. വ്യവസായ ആവശ്യത്തിന് വെള്ളമെടുത്താൽ കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ വെള്ളം പെരിയാറിൽ ലഭ്യമാകില്ലെന്ന് അൻവർ സാദത്ത് MLA ചൂണ്ടിക്കാട്ടി. കുടിവെള്ള പദ്ധതിക്ക് ഭരണപരമായ അനുമതിയുണ്ടെങ്കിലും പണമില്ലാത്തതിനാൽ അത് മുടങ്ങുമ്പോഴാണ് വ്യവസായികൾക്ക് വേണ്ടി പുതിയ പദ്ധതിയെന്ന് ഉമാ തോമസ് MLA ആരോപിച്ചു. ഇടയപ്പുറം അശോകപുരം റോഡ് പൈപ്പ് ലൈൻ റോഡായി മാറിയാൽ ജനം വലയുമെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് പൈപ്പിടൽ ജോലികൾ താൽക്കാലികമായി നിർത്തി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.